നമ്മുടെ കർത്താവ് രക്ഷകനുമായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ തിരുവചനത്തിലൂടെ ദൈവശബ്ദം കേൾക്കുന്ന ഏവർക്കും വീണ്ടും ക്രിസ്തുവിൽ എൻ്റെ സ്നേഹവും വന്ദനവും ആരംഭത്തിൽ അറിയിക്കുന്നു. അല്പസമയം കൊണ്ട് നിത്യതയോളം നമ്മെ കൊണ്ടെത്തിക്കുന്ന ചില ആത്മീയ ചിന്തകൾക്ക് ആധാരമായി 63-ാം സങ്കീർത്തനം 4-ാമത്തെ തിരുവചനം ഞാൻ വായിക്കുന്നു. എൻ്റെ ജീവകാലമൊക്കെയും ഞാൻ അങ്ങനെ നിന്നെ വാഴ്ത്തും, നിന്റെ നാമത്തിൽ ഞാൻ എൻ്റെ കൈകളെ മലർത്തും. ഒരിക്കൽ കൂടെ ആ തിരുവചനം വായിക്കുന്നു. എൻ്റെ ജീവകാലമൊക്കെയും ഞാൻ അങ്ങനെ നിന്നെ വാഴ്ത്തും, നിന്റെ നാമത്തിൽ ഞാൻ എൻ്റെ കൈകളെ മലർത്തും. പ്രിയരെ, ദൈവസന്നിധിയിൽ കൈകളെ മലർത്തുമ്പോൾ ആ വ്യക്തിയുടെ മേൽ കടന്നു വരുന്ന ദിവ്യമായ എണ്ണിക്കൂടാത്ത അനുഗ്രഹങ്ങളെ കുറിച്ചാണ് ഞാൻ പറയുവാൻ പോകുന്നത്. ഒന്നുകൂടി പറയാം. സമയം കണ്ടെത്തി ഏകാഗ്രതയോടെ, ജാഗ്രതയോടെ, അതീവ ശ്രദ്ധയോടെ ദൈവസന്നിധിയിൽ കൈകളെ മലർത്തി ആത്മാവിൽ യഹോവയെ കാത്തിരിക്കുന്നവരുടെ മേൽ കടന്നു വരുന്ന ദിവ്യമായ അനുഗ്രഹങ്ങൾ, അതിൽ പ്രധാനമായും 7 വിധമായിരിക്കുന്ന വിടുതലുകളെ കുറിച്ചാണ് ഈ പകൽ ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങൾ അതീവ ശ്രദ്ധയോടെ ഇത് നിങ്ങൾ കേൾക്കുകയും ഇത് നിങ്ങൾ അനുസരിക്കുകയും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്യുമ്പോൾ ദൈവത്തിന്റെ വലിയ മഹത്വം നമുക്ക് കാണുവാൻ കഴിയും. പ്രിയ സഹോദരങ്ങളെ, നാം എല്ലാവരും പലവിധമായ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ ആ പ്രതിസന്ധിയിൽ നിന്നും അല്ലെങ്കിൽ ആ പ്രതികൂലത്തിൽ നിന്നും വിടുതൽ പ്രാപിക്കുന്നതിന് വേണ്ടി നാം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നവരാണ്. ഉപവസിക്കുകയും ദൈവത്തോട് പറ്റിയിരിക്കുകയും കരയുകയും ഒക്കെ ചെയ്യുന്നവരാണ് ദൈവമക്കളായിരിക്കുന്ന നമ്മളൊക്കെ. എന്നാൽ ചിലപ്പോഴെങ്കിലും വേണ്ട വിധത്തിൽ ഒരു വിടുതലില്ലാതെ പല വിഷയങ്ങളിലും നമ്മൾ വല്ലാത്ത വേദനയിലും ദുഃഖത്തിലും ഞെരുക്കത്തിലൂടെ ഞരങ്ങുന്ന അനുഭവങ്ങളും ചില സന്ദർഭങ്ങളിലെങ്കിലും കടന്നു വരാറുണ്ട്. വേണ്ട വിധത്തിൽ അങ്ങോട്ട് പ്രാർത്ഥിച്ചിട്ടും മറുപടി ലഭിക്കുന്നില്ല. എവിടെയൊക്കെയോ വല്ലാത്ത തടസ്സങ്ങൾ, വല്ലാത്ത വെല്ലുവിളികൾ, വല്ലാത്ത ഇരുൾ അടഞ്ഞ അനുഭവങ്ങൾ ഒക്കെ നമ്മൾ കടന്നു വരാറുണ്ട് നമ്മുടെ ജീവിതത്തിൽ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? പ്രാർത്ഥന നിർത്തരുത്, ആരാധനയും ദൈവവുമായിട്ടുള്ള ബന്ധം നിർത്തിക്കളയില്ല. എന്നാൽ അപ്പോൾ തന്നെ അതിൻ്റെ അപ്പുറമായി മറ്റൊരു വസ്തുത എനിക്ക് പറയുവാൻ നിങ്ങളോടുകൂടെയുണ്ട്. അത് ആ കാര്യം പലരും അങ്ങനെ ഒരുപാട് പ്രസംഗിക്കുകയോ പഠിപ്പിക്കുകയോ ഗൗരവമായി എടുക്കുകയോ ചെയ്യാത്ത ഒരു വിഷയത്തെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് പറയുവാൻ പോകുന്നത്. മറ്റൊന്നുമല്ല, ഇവിടെ പറയുന്നു, എൻ്റെ ജീവകാലമൊക്കെയും ഞാൻ അങ്ങനെ നിന്നെ വാഴ്ത്തും. അടുത്തു പറയുന്നു, നിന്റെ നാമത്തിൽ ഞാൻ കൈകളെ മലർത്തും. പ്രിയ സഹോദരങ്ങളെ, വീണ്ടും എടുത്തു പറയട്ടെ, ആത്മാർത്ഥതയോടെ ദൈവസന്നിധിയിൽ സമയം വേർതിരിച്ച് കരങ്ങളെ മലർത്തുമ്പോൾ ആ വ്യക്തിയുടെ ജീവിതത്തിൽ അസാധാരണമായ ദൈവപ്രവൃത്തി, അസാധാരണമായ ദൈവിക വിടുതലുകൾ വ്യാപരിക്കും. വിശുദ്ധ ബൈബിൾ വായിച്ചാൽ അവിടെ ചിതറിക്കിടക്കുന്ന ഒരു വചനമാണ് ദൈവസന്നിധിയിൽ കൈകളെ മലർത്തുക. അപ്പോൾ നിങ്ങൾ ചോദിക്കും, എന്താണ് കൈകളെ മലർത്തുക എന്നുള്ളത്? പ്രിയരെ, അത് സമ്പൂർണമായ ദൈവത്തിലുള്ള ഒരു ആശ്രയത്തെക്കാണ് കാണിക്കുന്നത്. മറ്റൊരിടത്തും രക്ഷയില്ലാതെ, മറ്റാരിലും രക്ഷയില്ലാതെ വരുമ്പോൾ ഒരു വ്യക്തി ദൈവസന്നിധിയിൽ കടന്നു വന്ന് വിശ്വാസത്തോടെ യാചിക്കുന്നതിൻ്റെ ഒരു സിമ്പലാണ് കൈകളെ മലർത്തുക. നമുക്കറിയാം, ചില യാചകരൊക്കെ, ഭിക്ഷക്കാരൊക്കെ നമ്മുടെയൊക്കെ മുമ്പിൽ വന്ന് പലപ്പോഴും കരങ്ങളെ മലർത്തുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. കരങ്ങൾ നീട്ടുന്നതല്ല, ചിലപ്പോൾ കരങ്ങളൊക്കെ മലർത്തുന്നത് നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. കാരണം അവരുടെ കയ്യിൽ ഒന്നുമില്ല, ജീവിതം ശൂന്യമാണ്. ആ ശൂന്യത മാറുവാൻ വേണ്ടിയാണ് സമ്പത്തൊക്കെ ഉള്ളവരുടെ മുമ്പിൽ വന്ന് കൈ നീട്ടുന്നത്. മറ്റൊരു ചിന്ത ഇതിനോട് ചേർന്ന് പറയാം. ഈ യാത്രയുടെ മധ്യത്തിൽ ചിലപ്പോൾ ബൈക്ക് അപകടങ്ങളും കാർ അപകടങ്ങളും ഒക്കെ സംഭവിക്കുന്നു. ഈ സമയത്ത് അപകടത്തിൽപ്പെട്ട ഒരു വ്യക്തിയെ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാറുണ്ട്. അവിടെ ചെന്ന് ഡോക്ടർ ആ അപകടത്തിൽപ്പെട്ട വ്യക്തിയുടെ കൈനാടി പിടിക്കും, പൾസ് നോക്കിയിട്ട് പറയും, ഈ വ്യക്തി മരിച്ചുപോയി. അല്ലെങ്കിൽ ചിലപ്പോഴൊക്കെ ആ ഡോക്ടർമാർ ഒന്നും പറയാതെ 2 കൈകൾ മലർത്താറുണ്ട്. മരിച്ചുപോയി, 10 മിനിറ്റിന് മുമ്പെയോ അരമണിക്കൂറിന് മുമ്പെയോ ആ വ്യക്തി മരിച്ചുപോയി. അതങ്ങനെ പറയാതെ 2 കരങ്ങളും മലർത്തി കാണിക്കാറുണ്ട്. അതിനർത്ഥം മനസ്സിലായല്ലോ, ഇനി ആശയില്ല, പ്രതീക്ഷകളൊക്കെ നഷ്ടപ്പെട്ടു പോയി, ഇനി ചികിത്സിച്ചിട്ട് കാര്യമില്ല, പോയി.
മരിച്ചുപോയി എന്നതിൻ്റെ ഒരു അടയാളം ഈ കൈകൾ മലർത്തുക. പ്രതീക്ഷകളില്ലാതെ വരുമ്പം, ആശ നഷ്ടപ്പെടുമ്പം, ജീവിതം ശൂന്യമാകുമ്പം, എല്ലാവരും കൈവിടപ്പെടുമ്പം, ആരും തിരിഞ്ഞു നോക്കാതിരിക്കുമ്പോൾ, പ്രിയരെ, ഒറ്റ കൈക്ക് അവസാനം നമ്മൾ മുകളിലേക്ക് നോക്കി കൈകൾ മലർത്താറുണ്ട്. വാസ്തവത്തിൽ അത് സമ്പൂർണമായ ദൈവത്തിലുള്ള ആശ്രയത്തെ സദൃശ്യവാക്യം 3-5 ഒരു വചനം ഇങ്ങനെ പറയുന്നു: പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കുക, സ്വന്തം വിവേകത്തിൽ ഊന്നരുത്. ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ, അതേ, നല്ല മനസ്സോടെ സമയം വേർതിരിച്ച് കരങ്ങളെ മലർത്തുമ്പോൾ കടന്നു വരുന്ന അനുഗ്രഹങ്ങൾ അവർണ്ണനീയമാണ്, ആശ്ചര്യമേറുന്നതാണ്. പറഞ്ഞു തീർക്കാൻ പറ്റാത്ത തരത്തിലുള്ള മഹിമയേറിയ ഉയർച്ചകളും വിടുതലുകളും വിശാലതകളും അതിന്റെ മുമ്പിൽ കടന്നു വരാറുണ്ട്. വിശുദ്ധ ബൈബിൾ വായിക്കുമ്പോൾ നമുക്കറിയാം, ഒരുപാട് ഭക്തന്മാർ ദൈവസന്നിധിയിൽ കൈകളെ മലർത്തിയതായി കാണുന്നു. നമ്മുടെ ദൈവം തിരഞ്ഞെടുത്ത ഇസ്രായേൽ മക്കൾ, യഹൂദാജനം ദൈവസന്നിധിയിൽ കടന്നു വരുമ്പോൾ, പ്രതിസന്ധിയുടെ നടുവിൽ, പ്രതികൂലത്തിന്റെ നടുവിൽ അവർ ദൈവസന്നിധി രണ്ട് കൈകളും മലർത്തി ദൈവസന്നിധിയിൽ ദൈവമുഖം നോക്കാറുണ്ട്. യെശയ്യാവിന്റെ പുസ്തകം 1-ാം 14 വാക്യം ശ്രദ്ധയോടെ വായിച്ചാൽ കാണുവാൻ കഴിയുന്നു. അതുപോലെ 77-ാം സങ്കീർത്തനം 2-ാമത്തെ തിരുവചനം വായിക്കുമ്പോൾ, ആസാഫ് എന്ന് പറയുന്ന ഭക്തൻ ഒരുപാട് പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നു. അദ്ദേഹം അനുഭവിച്ച വേദന സാമ്പത്തികമായ വേദനയോ ശത്രുവിന്റെ മുമ്പിൽ നിന്ന് വന്ന പ്രതികൂല സാഹചര്യങ്ങളോ അല്ല, പിന്നെ ആത്മീയ ജീവിതത്തിൽ കടന്നു വന്ന ഇരുണ്ട അനുഭവങ്ങൾ, ദൈവകൃപ നഷ്ടമായതുപോലെ, ദൈവ സാന്നിധ്യം തന്നെ വിട്ട് പോയതുപോലെ, ആത്മീയ സന്തോഷം പോലത്തെ ഒരു അനുഭവത്തിലൂടെ താൻ കടന്നു പോകുമ്പോൾ 73-ാം സങ്കീർത്തനം 2 ഇങ്ങനെ പറയുന്നു: ഞാൻ കഷ്ടതയിൽ യഹോവയെ അന്വേഷിച്ചു, രാത്രിയിൽ എൻ്റെ കൈ തളരാതെ ഞാൻ മലർത്തിയിരിക്കുന്നു. കഷ്ടതയിൽ ഞാൻ യഹോവയെ അന്വേഷിച്ചു, രാത്രിയിൽ എൻ്റെ കൈ തളരാതെ ഞാൻ മലർത്തിയിരിക്കുന്നു. അതുകൊണ്ട് 77-ാം സങ്കീർത്തനം അത് തീരുമ്പോൾ, അതൊക്കെ വായിച്ച് താഴോട്ട് വരുമ്പോൾ ദൈവത്തെക്കുറിച്ച് പറയുന്നു: നമ്മുടെ ദൈവം അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവം, അവന്റെ വഴി വായുവിലും പെരുങ്കാറ്റിലും കൊടുങ്കാറ്റിലും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞ് വളരെ അത്ഭുതകരമായ പ്രസ്താവന അവിടെ നടത്തുവാൻ കഴിയുന്നു. അതുപോലെ കോരഹപുത്രന്മാർ 88-ാം സങ്കീർത്തനത്തിൽ ഇങ്ങനെ പറയുന്നു: പുറത്തിറങ്ങുവാൻ കഴിയാതെ വണ്ണം എന്നെ അവൻ അടച്ചിരിക്കുന്നു, എന്റെ കണ്ണ് കഷ്ടത ഹേതുവായി ക്ഷയിച്ചു പോകുന്നു. കോരഹപുത്രന്മാർ പറയുന്നു. അടുത്തു പറയുന്നു: എൻ്റെ കൈ ദൈവമേ നിങ്കലേക്ക് ഞാൻ മലർത്തിയിരിക്കുന്നു. നോക്കണമേ, പുറത്തിറങ്ങുവാൻ കഴിവില്ലാതെ വഴികളൊക്കെ അടഞ്ഞിരിക്കുമ്പോൾ താൻ അതിൽ നിന്നും രക്ഷപ്പെടുവാൻ ചെയ്തത് ദൈവസന്നിധിയിൽ കരങ്ങളെ മലർത്തിപ്പിടിക്കുക. അതുപോലെ തന്നെ യെസ്രാ ശാസ്ത്രി യെസ്രയുടെ പുസ്തകം വായിക്കുമ്പോൾ, ഇസ്രായേൽ ജനം മടങ്ങി പ്രവാസത്തിൽ നിന്ന് വരുമ്പോൾ ഭയങ്കര പ്രതിസന്ധിയുടെ നടുവിൽ സമയം വേർതിരിച്ച് കരങ്ങളെ ദൈവസന്നിധിയിൽ മലർത്തിയപ്പോൾ പ്രശ്നങ്ങൾക്ക് പരിഹാരം വന്നതായി കാണുന്നു. അതുപോലെ വീണ്ടെടുക്കപ്പെട്ട ദൈവജനം സ്തോത്രം, ഈജിപ്തിൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അടിമകളായി 400 വർഷം ഇരിക്കുമ്പോൾ മോശയിലൂടെ ദൈവം ഫറവോനോട് പറഞ്ഞു: എന്റെ ജനത്തെ ആരാധിക്കുവാൻ വിട്ടയക്കാത്തത് കൊണ്ട് ദൈവം ഒന്നിനു പുറകെ ഒന്നായി പലവിധത്തിലുള്ള ന്യായവിധികൾ അയച്ചു, ബാധകൾ അയച്ചു. അതിൽ ഒരു ന്യായവിധിയാണ് കൽമഴ അയക്കുവാനിടയായി. അതിശക്തമായ കൽമഴ ഫറവോന്റെ സാമ്രാജ്യത്തിൽ ദൈവം അയച്ചപ്പോൾ ഫറവോൻ, അന്നത്തെ ഭരണാധികാരിയായിരിക്കുന്ന ഫറവോൻ, മോശയുടെ അടുക്കൽ വന്ന് പറയുന്നു: ഇത് നീങ്ങിപ്പോകുവാൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഉടനെ മോശ ദൈവസന്നിധിയിൽ വിശ്വാസത്തോടെ കരങ്ങളെ മലർത്തിയതും ന്യായവിധി നിൽക്കുവാനിടയായി. പെയ്തിറങ്ങിയ കൽമഴ പെട്ടെന്ന് സ്റ്റോപ്പാകുവാനിടയായി. പ്രിയ ദൈവമക്കളെ, പ്രതിസന്ധിയുടെ നടുവിൽ, വേദനയുടെ നടുവിൽ കരങ്ങളെ മലർത്തുമ്പോൾ വലിയ അത്ഭുതങ്ങൾ സംഭവിക്കും. വിശുദ്ധ ബൈബിൾ വായിക്കുമ്പോൾ 2 ദിനവൃത്താന്തങ്ങളുടെ പുസ്തകവും രാജാക്കന്മാരുടെ പുസ്തകമൊക്കെ വായിക്കുമ്പോൾ, ശലോമോൻ രാജാവ് ആലയം പണിതു. എന്നിട്ട് മുഴങ്കാല് മടക്കി ജനത്തെ വിളിച്ചുകൂട്ടി കരങ്ങളെ മലർത്തി ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചപ്പോൾ സ്വർഗത്തിൽ തീ ഇറങ്ങി വന്നതായി അവിടെ കാണുവാൻ കഴിയുന്നു. എന്നിട്ട് ജനത്തോട് വിളിച്ചു പറഞ്ഞു: ആകാശം മഴ പെയ്യാതെ അടഞ്ഞു കിടന്നാൽ, ശത്രുക്കളുടെ ആക്രമണങ്ങൾ കടന്നു വന്നാൽ, കൽമഴയോ വെട്ടുക്കിളി വല്ലാത്ത രോഗങ്ങളും ദുരിതങ്ങളും ശാപങ്ങളും ദേശത്തിൽ മഹാമാരി കടന്നു വന്നാൽ, നിങ്ങൾ കടന്നു വന്ന് ദൈവാലയത്തിൽ വന്ന് കരങ്ങളെ മലർത്തിപ്പിടിക്കുമ്പോൾ കടന്നു വരുന്ന എല്ലാ പ്രതിസന്ധികളും മാറുമെന്ന് ശലോമോൻ അവരെ പഠിപ്പിക്കുവാനിടയായി. പ്രിയ ദൈവമക്കളെ, തീർച്ചയായും 141-ാം സങ്കീർത്തനം 2 പറയുന്നു, ദാവീദ് പറയുന്നു: എന്റെ പ്രാർത്ഥന തിരുസന്നിധിയിൽ ധൂമമായും ഞാൻ കൈകൾ മലർത്തുന്നത് സന്ധ്യായാഗമായും തീരട്ടെ. അതിശക്തി
ശക്തിയുള്ള ഒരു ആയുധമാണ് ദൈവസന്നിധിയിൽ സമയം വേർതിരിച്ച് അതീവ രഹസ്യമായി കൈകൾ മലർത്തി ഏകാഗ്രതയോടെ ഇരിക്കുമ്പോൾ ആ വ്യക്തിയുടെ ജീവിതത്തിൽ കടന്നു വരുന്ന അത്ഭുതങ്ങൾ ഭയങ്കരമാണ്. വീണ്ടും എടുത്തെടുത്ത് പറയുന്നു, ഈ ശബ്ദം കേൾക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ ആർക്കും പരിഹരിക്കാൻ പറ്റാത്ത വല്ലാത്ത വേദന, വല്ലാത്ത കഷ്ടത, വല്ലാത്ത ശോധന, വല്ലാത്ത പിരിമുറുക്കം, വല്ലാത്ത വെല്ലുവിളികൾ, ആർക്കും പരിഹരിക്കാൻ പറ്റാത്ത ശാരീരിക മാനസിക അസ്വസ്ഥതയിലൂടെ കടന്നു പോകുന്നെങ്കിൽ അതിനേക്കാൾ ഉപരി ദൈവം പകർന്ന ദൈവത്തിന്റെ കൃപ നഷ്ടമായി ആത്മീയമായി മുന്നേറുവാൻ കഴിവില്ലാതെ ഇരുളടഞ്ഞ അനുഭവത്തിലൂടെ തപ്പിത്തടയുന്ന വേദന അനുഭവത്തിലൂടെ വല്ലാത്ത വേദനയിലും ദുഃഖത്തിലൂടെ കടന്നു പോകുന്നെങ്കിൽ ഇന്ന് ഈ ശബ്ദം കേൾക്കുമ്പോൾ നിങ്ങൾ തീരുമാനമെടുക്കുക. സമയങ്ങൾ നഷ്ടമാക്കി കളയാതെ സ്തോത്രവ്യർത്ഥ സംസാരങ്ങൾ, വ്യർത്ഥമായ കാഴ്ചകൾ സമയം പോക്കാതെ സമയം വേർതിരിച്ച് നിങ്ങൾ കേട്ട ദൈവത്തിന്റെ വചനങ്ങൾ, നിങ്ങൾ കേട്ട ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ ഇതെല്ലാം ആത്മാവിൽ സംഗ്രഹിച്ചുകൊണ്ട് ഏകാഗ്രതയോടെ കരങ്ങളെ മലർത്തിയാൽ എത്ര വലിയ പ്രശ്നങ്ങളായിരുന്നാലും നിങ്ങൾ പോലും അറിയാതെ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെട്ടു വരും. വിശുദ്ധ ബൈബിളിൽ ഞാനൊരു വചനം പറയുന്നു, ഞാൻ ഉണങ്ങിയ വൃക്ഷത്തെ തഴപ്പിക്കും. ഉണങ്ങി നിൽക്കുന്ന വൃക്ഷം തഴച്ചു വളരുന്നത് പോലെ മറ്റൊരിടത്ത് പറയുന്നു, വരണ്ട നിലത്ത് ഞാൻ നീരുറവയാക്കും, മരുഭൂമിയെ ഞാൻ മലർവാടിയാക്കും, തള്ളിക്കളഞ്ഞ കല്ലിനെ ഞാൻ മൂലക്കല്ലാക്കും. അനാഥരുടെയും വിധവന്മാരുടെയും പ്രാർത്ഥന തള്ളിക്കളയാത്ത മഹാദൈവം ഈ ശബ്ദം കേൾക്കുമ്പോൾ നിങ്ങളോട് പറയുന്നത്, എത്ര തകർന്ന വ്യക്തിയായിരുന്നാലും നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന ദൈവത്തിനു മുമ്പിൽ കരങ്ങളെ മലർത്തിയാൽ അസാധാരണ ദൈവപ്രവൃത്തി വെളിപ്പെട്ടു വരും. ഞാൻ പറയുവാനിടയായി ദൈവസന്നിധിയിൽ കരങ്ങളെ മലർത്തിയാൽ വരുന്ന ദിവ്യമായ പ്രത്യേകമായ 7 വിടുതലുകൾ. അതിന് ഇങ്ങനെ ഒരു വചനം ഞാൻ വായിക്കുന്നു. ഇയ്യോബിന്റെ പുസ്തകം 11-ാം അധ്യായം അതിന്റെ 13-ാമത്തെ വാക്യം നിങ്ങൾ ശ്രദ്ധയോടെ വായിച്ചാൽ ഇങ്ങനെ കാണുന്നു. ഒന്നുകൂടെ ഇയ്യോബിന്റെ പുസ്തകം 11-ാം അധ്യായം 13-ാമത്തെ വാക്യം, അത് കഴിഞ്ഞ് 16 മുതൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, നീ നിന്റെ ഹൃദയത്തെ സ്ഥിരമാക്കി അവങ്കിലേക്ക് കൈ മലർത്തുമ്പോൾ. നോക്കണമേ, എല്ലാം തകർന്ന ഇയ്യോബിനോട് അല്ലാത്ത വേദനയിലും ഭാരത്തിലും കണ്ണുനീരിലൂടെ കടന്നു പോകുന്ന ഭക്തനായ ദൈവ സാക്ഷ്യം പറഞ്ഞ ഭക്തനായ ഇയ്യോബിനോട് പറയുന്നു, തന്റെ സ്നേഹിതനിലൂടെ ഇടപെടുകയാണ്, നീ നിന്റെ ഹൃദയത്തെ സ്ഥിരമാക്കി അവങ്കിലേക്ക് കൈ മലർത്തുമ്പോൾ. ഒരു മനുഷ്യനിലേക്കല്ല, ഒരു ഏതെങ്കിലും ഒരു മഹാപ്രഭുവിങ്കിലേക്കല്ല, നീ അവങ്കലേക്ക്, സർവശക്തനായ ദൈവത്തിങ്കിലേക്ക്, ഒന്നുമില്ലായ്മയെന്ന് സകലത്തെയും വിളിച്ചു വരുത്തിയ സർവജ്ഞാനിയായ സർവശക്തനായ മഹാദൈവത്തോട് ഇസ്രായേലിൽ വെളിപ്പെട്ടു വന്ന യഹോവയായ ദൈവം, അബ്രഹാമിന്റെ ഇസഹാക്കിന്റെ യാക്കോബിന്റെ ദൈവമായ യഹോവയെങ്കിലേക്ക്, ഒന്നുകൂടി പറഞ്ഞാൽ 2000 വർഷങ്ങൾക്ക് മുമ്പ് വേഷത്തിൽ മനുഷ്യനായി ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന മാനവകുലത്തിന്റെ പാപങ്ങളെ വഹിച്ച് ക്രൂശിന്മേൽ യാഗമായി മരിച്ചു 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് ഇന്നും സ്വർഗത്തിൽ ജീവിക്കുന്ന ആ യേശു ക്രിസ്തുവിലേക്ക് വിശ്വാസത്തോടെ മണിക്കൂറുകൾ സമയം വേർതിരിച്ച് നീ ഏകാഗ്രതയോടെ കൈകൾ മലർത്തിയാൽ ഇയ്യോബിനോട് പറയുന്നു, അതിന്റെ 16-ാമത്തെ വാക്യം, അതേ നിന്റെ കഷ്ടത നീ മറക്കും. 1-ാമത്തെ അനുഗ്രഹം 16-ാമത്തെ വാക്യം, നീ നിന്റെ ഹൃദയത്തെ സ്ഥിരമാക്കി അവങ്കിലേക്ക് കൈമലർത്തുമ്പോൾ അതേ നിന്റെ കഷ്ടത മറക്കും. 1-ാമത്തെ വിടുതൽ. പ്രിയരെ, നീയും ഞാനും ദൈവസന്നിധിയിൽ കൈകളെ മലർത്തിയാൽ നമ്മുടെ കഷ്ടത ദൈവം മാറ്റും. അത് ഇയ്യോബിന്റെ ജീവിതത്തിലെ കഷ്ടത, തന്റെ ജീവകാലത്ത് വന്നു ഭവിച്ച കഷ്ടത സാധാരണ ഒരു കഷ്ടമല്ല, ആർക്കും വരാത്ത വണ്ണം വലിയ കഷ്ടതയാണ്. എത്ര തന്നെ പറഞ്ഞാലും വർണ്ണിച്ചാലും ആശ്ചര്യപ്പെടുമാർ ആരും വിശ്വസിക്കാത്ത ഒരു മഹാകഷ്ടമാണ് ഇയ്യോബിന്റെ ജീവിതത്തിൽ ദൈവം അയച്ചത്. അത് മറ്റൊന്നിനുമല്ല, അവനെ പൊന്നുപോലെ പുറത്തു കൊണ്ടുവരുവാനും കഷ്ടതയിലൂടെ കടന്നു പോകുന്നവർ പെറുപെറുത്ത് പിന്മാറിപ്പോകാതെ ദൈവത്തിൽ ആശ്രയിച്ച് വീണ്ടും മുന്നേറുവാൻ വേണ്ടി നമുക്ക് മുന്നോടിയായി നിർത്തിയിരിക്കുന്ന ഒരു അനുഭവമാണ്. ഇയ്യോബിനോട് പറയുന്ന, അതേ നീ അവന്റെ സരി കൈകൾ മലർത്തിയാൽ നിന്റെ കഷ്ടത മറക്കും. പ്രിയരെ, തന്റെ ജീവിതം ഒറ്റ ദിവസം കൊണ്ട് തന്റെ 10 മക്കളും മരിച്ചു പോകുവാനിടയായി, തന്റെ ഭൗതികമായിരിക്കുന്ന സമ്പത്തുകളെല്ലാം നഷ്ടമായി, ശരീരത്തിൽ മാരകമായ രോഗങ്ങൾ പരിക്കൾ വന്ന് നിറഞ്ഞു വല്ലാത്ത വേദനയിലൂടെ കടന്നു പോകുന്നു. ഇത് കണ്ട് ബന്ധുക്കളും സഹോദരങ്ങളും ചാർച്ചക്കാരുമെല്ലാം തന്നെ വിട്ടകന്ന് വേദനയിലൂടെ, തന്റെ ഏകാന്തതയിൽ നിന്ദയിലൂടെയും പരിഹാസത്തിലൂടെയും ദുഃഖത്തിലൂടെ കടന്നു പോകുന്നത് കണ്ട് ദൈവം ഇടപെടുന്നു. അയ്യോവേ, നീ അവങ്കിലേക്കൊന്ന് കൈമലർത്തിയാൽ നിന്റെ കഷ്ടത
നീ മറക്കും. അതേ പ്രിയ ദൈവമക്കളെ, നിന്റെ ജീവിതം പകൽക്കാലം ഈ സമയം നീ ശബ്ദം കേൾക്കുമ്പോൾ നിന്റെ ജീവിതത്തിൽ ഒരുപക്ഷെ യോബിനെ പോലത്തെ കഷ്ടത ആയിരിക്കത്തില്ല. വ്യത്യസ്തമായിരിക്കുന്ന കഷ്ടതകളായി തലമുറയെ കുറിച്ചുള്ള ഭീതിയും ഭയവുമായിരിക്കാം, വല്ലാത്ത കടങ്ങളും വെല്ലുവിളിയുമായിരിക്കാം, മരണഭീതിയായിരിക്കാം, പ്രതീക്ഷിക്കാത്ത കേസും വഴക്കുമായിരിക്കാം, ആത്മീയമായി ഒരു ഇഞ്ച് പോലും മുന്നേറുവാൻ കഴിവില്ലാതെ കടന്നു വരുന്ന വല്ലാത്ത പൈശാചിക പോരാട്ടമായിരിക്കുന്നു. പകൽക്കാലം എത്ര വലിയ വിഷയമായിരുന്നാലും നിന്റെ ഹൃദയത്തെ ഒന്ന് സ്ഥിരമാക്കി ഒന്ന് ഒരുക്കി കൈകൾ മലർത്തുമ്പോൾ നിന്റെ കഷ്ടതയിൽ നിന്ന് നീ പൊന്നുപോലെ പുറത്തു വരും. അതെ, നിന്റെ കഷ്ടത നീ മറക്കും. രണ്ടാമത്തെ അനുഗ്രഹം വിടുതൽ. തൊട്ടു താഴെ പറയുന്നു, ഒഴുകിപ്പോയ വെള്ളം പോലെ നീ അതിനെ ഓർക്കും. നോക്കണമേ, നിന്റെ ജീവിതത്തിലെ കഷ്ടത എത്ര വലുതായിരുന്നാലും ഒഴുകിപ്പോയ വെള്ളം പോലെ നീ അതിനെ ഓർക്കും. പെട്ടെന്ന് ഞൊടിനേരം കൊണ്ട് കാണാമറയത്ത് ഒഴുകിപ്പോകുന്ന വെള്ളം, അതിലൊരു പൂവോ അതിലൊരു പേപ്പറോ നമ്മൾ എടുത്തിട്ടാൽ ആ പേപ്പർ ഞൊടിനേരം കൊണ്ട് അപ്രത്യക്ഷപ്പെട്ടു പോകുന്നത് പോലെ നിന്റെ കൈകൾ ദൈവസന്നിധിയിൽ മലർത്തി ഒന്നുമല്ല ഏകാന്തതയിൽ ദൈവത്തെ മാത്രം നീ മുറുകെ പിടിച്ച് ദൈവത്തിൽ ആശ്രയിച്ചാൽ ഒഴുകിപ്പോയ വെള്ളം പോലെ ഓർക്കത്തക്ക രീതിയിൽ നിന്റെ കഷ്ടത മറക്കും. വിശുദ്ധ ബൈബിൾ യെശയ്യാവ് 40:64 16 വാക്യത്തിൽ പറയുന്നു, മുമ്പുള്ള കഷ്ടങ്ങൾ നീ മറന്നു പോകും. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, എത്ര വലിയ കഷ്ടമായിരുന്നാലും ദൈവത്തിന് പരിഹരിക്കാൻ കഴിയാത്ത ഒരു വിഷയങ്ങളുമില്ല. അവനിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയി. യോബിനോട് പറയുന്നു, നീ നിന്റെ ഹൃദയത്തെ സ്ഥിരമാക്കി അവനിലേക്ക് കൈമലർത്തുമ്പോൾ നിന്റെ കഷ്ടത മറക്കും. രണ്ടാമത് പറയുന്നു, ഒഴുകിപ്പോയ വെള്ളം പോലെ നീ അതിനെ ഓർക്കും. മൂന്നാമത് പറയുന്നു, നിന്റെ ആയുസ് മധ്യാഹ്നത്തെക്കാൾ പ്രകാശിക്കും. നോക്കണമേ, അതിന്റെ 18 വാക്യം, അതിന്റെ ആ വാക്യം 16 മുതൽ വായിക്കുമ്പോൾ അവിടെ കാണുവാൻ കഴിയുന്നു, മൂന്നാമത്തെ അനുഗ്രഹം, നിന്റെ ആയുസ് മധ്യാഹ്നത്തെക്കാളും പ്രകാശിക്കും. കഷ്ടതയുടെ നടുവിൽ ഈയോബ് അറിയാതെ ഇങ്ങനെ പറഞ്ഞു, 17:1, എന്റെ ആയുസ് കെട്ടുപോകുന്നു, ശ്മശാനം എനിക്കായി ഒരുങ്ങിയിരിക്കുന്നു. 19:10, എന്റെ കഥ കഴിഞ്ഞുപോയി എന്ന് വിലപിച്ച് ഇനി എന്റെ കണ്ണുകൊണ്ട് ഒരിക്കലും നന്മ കാണത്തില്ല എന്ന് പറഞ്ഞ് മരണം കാത്ത് ഒരുപക്ഷെ ഹല്ലേലൂയ വല്ലാത്ത വേദനയിലൂടെ കടന്നു പോകുന്ന ഈയോബിനോട് പറയുന്നു, നിന്റെ ആയുസ് മധ്യാഹ്നത്തെക്കാൾ പ്രകാശിക്കും. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നിങ്ങളുടെ ജീവിതത്തിലെ ആശ നഷ്ടപ്പെട്ടു, മരണമേ മുമ്പിലുള്ളൂ, ആത്മഹത്യയല്ലാതെ ഒരുപക്ഷെ വേദന അല്ലാത്ത പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന വ്യക്തിയായിരിക്കാം. എന്നാൽ ദൈവം പറയുന്നു, നീ ദൈവസന്നിധിയിൽ ജീവനുള്ള ദൈവത്തിന്റെ മുമ്പിൽ കൈകൾ മലർത്തിയാൽ നിന്റെ ആയുസ് മധ്യാഹ്നത്തെക്കാളും പ്രകാശിക്കും. നോക്കണമേ, നിന്റെ ആയുസ് സദൃശവാക്യം 4:18 പറയുന്നു, നീതിമാന്റെ പാത പ്രഭാതത്തിൽ വെളിച്ചം പോലെ നട്ടുച്ചവരെ അധികം ശോഭിച്ചു വരുന്നു. നോക്കണമേ, നീതിമാൻ ദൈവത്തെ പ്രാർത്ഥിക്കുന്ന കാൽവരി ക്രൂശിലൂടെ ഒഴിയ പുണ്യാകരക്തത്താൽ വീണ്ടും ജനനം പ്രാപിച്ച് ആത്മരക്ഷ പ്രാപിച്ച് നിത്യജീവൻ പ്രാപിച്ച് ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതിയ ഒരു ദൈവവൈതലിനെ കുറിച്ച് പറയുന്നു, നീതിമാൻ എന്നാണ് പറയുന്നത്. അതേ, നീതിമാന്റെ പാത പ്രഭാതത്തിലെ വെളിച്ചം പോലെ നട്ടുച്ചവരെ അധികം ശോഭിച്ചു വരുന്നു. അതെ, യോബിനോട് പറയുന്നതിന്റെ ആയുസ് മധ്യാഹ്നത്തെക്കാൾ പ്രകാശിക്കും. എന്നെ കേൾക്കുന്ന പ്രിയരെ, നിങ്ങളുടെ ജീവിതം അല്ലാതെ തകിടം മറിഞ്ഞ് വേദനയിലൂടെ കടന്നു പോകുന്ന മരണഭീതി കടന്നു വന്നിട്ടുണ്ടെങ്കിൽ ബൈബിള് പറയുന്നു, ഞാൻ മുഖാന്തരം നിന്റെ നാളുകൾ പെരുകും. തന്റെ ജനത്തിന്റെ ആയുസ് വൃക്ഷത്തിന്റെ ആയുസ് പോലെ ഇരിക്കും. യെശയ്യാവിന്റെ പുസ്തകത്തിൽ പറയുന്ന വചനമാണ്, നിന്റെ ആയുസ് തന്റെ ജനത്തിന്റെ ആയുസ് വൃക്ഷത്തിന്റെ ആയുസ് പോലിരിക്കും. വീണ്ടും പറയുന്നു, സ്തോത്രം, ദീർഘായുസ് കൊണ്ട് ഞാൻ നിനക്ക് തൃപ്തി വരുത്തും, എന്റെ രക്ഷയെ നിനക്ക് കാണിക്കും. ഇവിടെ പറയുന്നു, നിന്റെ ആയുസ് മധ്യാഹ്നത്തെക്കാൾ പ്രകാശിക്കും. ഈ ശബ്ദം കേൾക്കുമ്പോൾ എന്റെ ജീവിതം അസ്തമിക്കാൻ പോകുന്നു, മരിക്കാൻ പോകുന്നു എന്ന് നീ പറയാതെ സമയം വേർതിരിച്ച് ജീവനുള്ള ദൈവമായ യഹോവയുടെ മുമ്പിൽ വിശ്വാസത്തോടെ നീ കൈകൾ മലർത്തിയാൽ യഹോവയുടെ മഹത്വം നീ കാണും. നാലാമത് അവിടെ കാണുവാൻ കഴിയുന്ന പദം എന്ന് പറയുന്നത് യോബിന്റെ പുസ്തകത്തിൽ തന്നെ കാണുവാൻ കഴിയുന്നു. അതിന്റെ 4-ാമത്തെ ഭാഗം ഇങ്ങനെ പറയുന്നു, പ്രത്യാശയുള്ളത് കൊണ്ട് നീ നിർഭയനായിരിക്കും. അതിന്റെ 18-ാമത്തെ വാക്യം, ഒന്ന് നിന്റെ കഷ്ടത മറക്കും. അടുത്ത് പറയുന്നു, ഒഴുകിപ്പോയ വെള്ളം പോലെ നീ അതിനെ ഓർക്കും. മൂന്നാമത് പറയുന്നു, നിന്റെ ആയുസ് മധ്യാഹ്നത്തേക്കാൾ പ്രകാശിക്കും. നാലാമത് പറയുന്നു, നിന്റെ ഇരുൾ പ്രഭാതം പോലെയാകും. 17-ാമത്തെ വാക്യം, നിന്റെ ഇരുൾ പ്രഭാതം പോലെയാകും. ജീവിതത്തിൽ യോബിന്റെ ജീവിതത്തിൽ എവിടെയോ ഒരു ഇരുൾ കടന്നു വരുവാനിടയായി. ആ ഇരുട്ട് ഒരുപക്ഷെ തന്റെ കുടുംബത്തിൽ വലിയ നാശനഷ്ടം വിതയ്ക്കുവാനിടയായി. തീർച്ചയായും അങ്ങനെ വിശുദ്ധ ബൈബിളിൽ ഒരു വാക്യം പറയുന്നു, ദാവീദ് ഇവിടെ ഒരിക്കൽ യോബ് ഇങ്ങനെ നിലവിളിക്കുന്നതായി കാണുവാൻ കഴിയുന്നു. 29-ാം അധ്യായം 1 മുതൽ, അയ്യോ പണ്ടത്തെ മാസങ്ങളെ പോലെ, ദൈവം എന്നെ കാത്തുപോകുന്ന നാളുകളെ പോലെ ഞാൻ ആയെങ്കിൽ കൊള്ളാമായിരുന്നു. അന്ന് അവന്റെ ദൈവം എന്റെ തലയ്ക്ക് മീതെ പ്രകാശിച്ചു, അവന്റെ വെളിച്ചത്താൽ ഞാൻ ഇരുട്ടിൽ കൂടി നടന്നു. എന്റെ കൂടാരത്തിന് ദൈവത്തിന് സഖ്യതയുണ്ടായിരുന്നു. സർവശക്തി എന്നോടുകൂടെ വസിക്കുകയും എന്റെ മക്കളെ നീ ചുറ്റും ഇരിക്കുകയും ചെയ്ത ശുഭകാലത്തെ പോലെ ആയെങ്കിൽ കൊള്ളാമായിരുന്നു. ഒരിക്കൽ ഇതാ യോബ് തകർച്ചയുടെ അനുഭവം
അനുഭവത്തിൽ വിളിക്കുന്നു, കർത്താവെ, പണ്ടത്തെ മാസങ്ങളെ പോലെ അന്ന് അവന്റെ വെളിച്ചം, ദൈവം എന്റെ തലയ്ക്ക് മീതെ ഉണ്ടായിരുന്നു. യോബിന്റെ ജീവിതത്തിൽ വെളിച്ചമുണ്ടായിരുന്നു. എന്നാൽ ഇവിടെ പറയുന്നു, നിന്റെ ഇരുൾ പ്രഭാതം പോലെയാകും. വലിയ വെളിച്ചം, ദൈവകൃപയുണ്ടായിരുന്ന യോബിന്റെ ജീവിതത്തിൽ ഇരുൾ വന്ന് ഭവിക്കുവാനിടയായി. ആകപ്പാട് ജീവിതം തകർന്ന് തരിപ്പണമായി ഇരുളടഞ്ഞ അനുഭവത്തിലൂടെ കടന്നു പോകുമ്പോൾ ദൈവം പറയുന്നു, ഇരുട്ട് മാറ്റുവാൻ മാർഗം മറ്റൊന്നുമല്ല, ദൈവസന്നിധിയിൽ കരങ്ങളെ മലർത്തുക എന്നുള്ളതാണ്. എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയ മക്കളെ, പ്രിയരെ, ഇരുളെന്ന് പറയുന്നത് വല്ലാത്ത ഒരു വേദന നിറഞ്ഞ അനുഭവമാണ്. ഇരുട്ടെങ്ങനെ കടന്നു വരുന്നു? മറ്റൊരു അനുഭവം. ഒരുവന്റെ മേൽ ദൈവം തന്നെ പരിശുദ്ധാത്മാവിനെ പകർന്നു, കൃപകളും കൃപാവരങ്ങളും പകർന്നു, വലിയ ആത്മശക്തിയും ദൈവകൃപയും ഉണ്ടായിരുന്നു. എന്നാൽ ബുദ്ധിമോശത്താൽ അവൻ ഒരുപക്ഷെ പാപം ചെയ്യുമ്പോൾ, രഹസ്യ പാപങ്ങൾ ചെയ്യുമ്പോൾ അവനിൽ മൂടിയിരിക്കുന്ന ദൈവകൃപ പ്രത്യക്ഷപ്പെടുന്നു, പരിശുദ്ധാത്മാവിന്റെ ശക്തി നഷ്ടപ്പെടുന്നു, ആത്മ സന്തോഷം നഷ്ടപ്പെട്ട് അവൻ വല്ലാത്ത വേദനയിലൂടെ കടന്നു പോകുമ്പോൾ അവന്റെ ജീവിതം ഇരുൾ നിറഞ്ഞതാണെന്ന് വിശുദ്ധ ബൈബിളിൽ പലയിടത്തും കാണുന്നു. ഏറ്റവും വലിയ ഇരുട്ടെന്ന് പറയുന്നത് ദൈവകൃപ നഷ്ടപ്പെടുമ്പോൾ, ഉണ്ടായിരുന്ന ദൈവ സാന്നിധ്യം നഷ്ടപ്പെട്ടു പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു വല്ലാത്ത മാനസിക പിരിമുറുക്കമാണ്, വല്ലാത്ത കുറ്റബോധമാണ് ഏറ്റവും വലിയ ഇരുളെന്ന് പറയുന്നത്. ഇന്ന് ഈ ശബ്ദം കേൾക്കുമ്പോൾ നിന്റെ ഇരുൾ എത്ര വലുതായിരുന്നാലും ദൈവസന്നിധിയിൽ കരങ്ങളെ മലർത്തുമ്പോൾ നിന്റെ ഇരുൾ പ്രഭാതം പോലെയാകും. മാറ്റമില്ല. ദൈവസന്നിധി കരങ്ങളെ മലർത്തുക എന്നുള്ളത് ശക്തിയുള്ള ഒരു ആയുധമാണ്. അഞ്ചാമത് പറയുന്നു, അഞ്ചാമത് പറയുന്നു, പ്രത്യാശയുള്ളത് കൊണ്ട് നീ നിർഭയനായിരിക്കും. അതിന് 18ാമത്തെ വാക്യം പറയുന്നു, പ്രത്യാശയുള്ളത് കൊണ്ട് നീ നിർഭയനായിരിക്കും, നീ ചുറ്റും നോക്കി സ്വൈര്യമായി വസിക്കും. എന്ന് പറഞ്ഞാൽ നീ ദൈവസന്നിധിയിൽ കരങ്ങളെ മലർത്തുമ്പോൾ നീ നിർഭയനായിരിക്കും. ഭയം കൂടാത്തൊരു ജീവിതം, സ്വൈര്യമായി സ്വസ്ഥമായി നിന്റെ ജീവിതം നയിക്കുവാൻ കഴിയും. ജീവിതത്തിൽ സ്തോത്രം, വല്ലാത്ത ഭയം, വല്ലാത്ത ഭീതി നിന്റെ ജീവിതത്തിൽ കടന്നു വരുന്നുവോ? ഇന്ന് പകൽക്കാല ജീവിതത്തിൽ സ്വസ്ഥതയും സമാധാനമില്ലാതെ വല്ലാത്ത ഉഴലുന്ന അനുഭവത്തിലൂടെ കടന്നു പോകുന്ന അനുഭവമാണെങ്കിൽ നിന്റെ ഹൃദയത്തെ സ്ഥിരമാക്കി അവങ്കിലേക്ക് നീ കൈമലർത്തണം. 6ാമത് പറയുന്നു, നീ കിടക്കും, ആരും നിന്നെ ഭയപ്പെടുത്തുകയില്ല. നോക്കണമേ, നീ കിടക്കും, ആരും നിന്നെ ഭയപ്പെടുത്തുകയില്ല. ഭയം കൂടാത്തൊരു ജീവിതം. നീ അടുത്ത് പറയുന്നത്, ചുറ്റും നോക്കി നീ സ്വൈര്യമായി വസിക്കും, ആരും നിന്നെ ഭയപ്പെടുത്തുകയില്ല. ദൈവത്തിലേക്ക് കരങ്ങളെ മലർത്തി ദൈവകൃപ നിന്റെ മേൽ ഇറങ്ങി വരുമ്പോൾ, ദൈവ സാന്നിധ്യം നിന്റെ മേൽ ഇറങ്ങി വരുമ്പോൾ വചനം വിളിച്ചു പറയുന്നു, സ്തോത്രം, ചുറ്റും നോക്ക്. എന്തെല്ലാം പ്രതിസന്ധികൾ ചുറ്റുപാടുമുള്ളവർക്ക് ഉണ്ടെങ്കിലും അവർക്കൊന്നും വന്ന് ഭവിക്കുന്ന വേദന നിന്റെ ജീവിതത്തിൽ ഭവിക്കില്ല. നീ ശുഭമായി നീ വസിക്കും. 7ാമത്തെ അനുഗ്രഹം ഇവിടെ പറയുന്നു, പലരും നിന്റെ മമത അന്വേഷിക്കും. ഇന്ന് നിന്റെ മമത അന്വേഷിക്കുവാൻ ആരുമില്ല, യോബിനെ ശ്രദ്ധിക്കുവാൻ ആരുമില്ല, തിരിഞ്ഞു നോക്കുവാൻ ആരുമില്ല. പലരും പറയുന്നു, യോ മരിച്ചുപോയോ, അവൻ ഉണ്ടോ? വലിയ പാട്ടും പ്രാർത്ഥനയും ആരാധനയും സ്തുതിയും സ്തോത്രവുമായി നടന്നു. പലരും പറഞ്ഞു, ഹല്ലേലൂയ, ഇത്രയും നീ പ്രാർത്ഥിക്കരുത്. എന്റെ ചിന്തയാണ് പറയുന്നത്, ഇങ്ങനെയൊന്നും ഇത്ര ആവേശം ദൈവത്തിന് വേണ്ടി കാണിക്കരുതെന്നൊക്കെ അന്ന് പറഞ്ഞതല്ലേ. ഇപ്പോൾ എന്ത് സംഭവിച്ചു? പലരും കുറ്റപ്പെടുത്തി കാണാം. ഇപ്പോൾ തന്നെ ആരും തിരിഞ്ഞു നോക്കാതെ താൻ ഒറ്റയ്ക്ക് കടന്നു പോകുന്നു. എന്നാൽ ദൈവസന്നിധി കരങ്ങളെ വളർത്തിയപ്പോൾ യോബിനോട് പറയുന്നു, പലരും നിന്റെ മമത അന്വേഷിക്കും. നിന്നെ വിട്ടുപോയവർ, നിന്നെ ഒറ്റപ്പെടുത്തിയവർ, നിന്നെ കുറ്റം പറഞ്ഞവർ, നിന്നെ പരിഹസിച്ചവരൊക്കെ നിന്റെ മമത, നിന്റെ ക്ഷേമം, നിന്റെ ഉയർച്ച, നിന്റെ ഐശ്വര്യം, നിന്റെ വളർച്ച, നിന്റെ വിശാലത, നിന്റെ അഭിവൃദ്ധി കണ്ട് പലരും നിന്റെ മമത അന്വേഷിക്കും. പ്രിയ ദൈവമക്കളെ, യോബിന് സഹോദരങ്ങളുണ്ട്, സഹോദരിമാരുണ്ട്, ബന്ധുക്കളുണ്ട്, ചാർച്ചക്കാരുണ്ട്. അവരെല്ലാം കഷ്ടതയുടെ നടുവിൽ തന്നെ വിട്ടു പോയി എന്ന് വിശുദ്ധ ബൈബിൾ പറഞ്ഞിരിക്കുന്നു. എന്നാൽ യോബിനോട് ദൈവം പറയുന്നു, നീ നിന്റെ ഹൃദയത്തെ സ്ഥിരമാക്കി അവങ്കിലേക്ക് കൈകൾ മലർത്തുമ്പോൾ പലരും നിന്റെ മമത അന്വേഷിക്കും. യോബിന്റെ പുസ്തകം 42 അധ്യായം തീരുമ്പോൾ അവിടെ കാണുന്നു, യോബിന്റെ സഹോദരങ്ങളും സഹോദരിമാരും ബന്ധുക്കളും ചാർച്ചക്കാരുമെല്ലാം തന്നെ കാണുവാൻ വേണ്ടി സമ്മാനങ്ങളുമായി കടന്നു വന്നതായി കാണുവാൻ കഴിയുന്നു. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ജീവിതം എത്ര തകർന്ന് തരിപ്പണമായി വേദനയിലൂടെ പോകുന്ന വ്യക്തിയായിരുന്നാലും ദൈവസന്നിധിയിൽ കരങ്ങളെ മലർത്തുമ്പോൾ അത്ഭുതങ്ങൾ സംഭവിക്കും. നീ പോലും ആശ്ചര്യം കൂടുന്ന ദൈവമഹത്വം വെളിപ്പെടും. അതുകൊണ്ടാണ് ദാവീദ് ഇങ്ങനെ പറയുന്നു, എന്റെ ജീവകാലമൊക്കെയും ഞാൻ അങ്ങനെ നിന്നെ വാഴ്ത്തും. ഹല്ലേലൂയ. ഞാൻ നിന്റെ നാമത്തിൽ എന്റെ കൈകളെ മലർത്തും. യോബിന്റെ ദാവീദിന്റെ ജീവിതത്തിലും തന്റെ മകനായിരിക്കുന്ന അബ്ശാലോം തന്ത്രപൂർവ്വം തന്നെ കൊട്ടാരത്തിൽ നിന്ന് ആട്ടിപ്പായിച്ച് ദാവീദ് വേദനയിലൂടെ മരുഭൂമിയിലൂടെ കടന്നു പോകുമ്പോൾ, അതിൽ നിന്ന് മടങ്ങി വരുവാൻ കഴിവില്ലാതെ വേദനയിലൂടെ കടന്നു പോകുമ്പോൾ താനൊരു തീരുമാനമെടുക്കുന്ന എന്റെ ജീവകാലമൊക്കെ ഞാൻ നിന്നെ വാഴ്ത്തും, മാത്രമല്ല നിന്റെ നാമത്തിൽ കൈകളെ മലർത്തും. ദൈവസന്നിധി കരങ്ങളെ മലർത്തിയപ്പോൾ താനും പോലും അറിയാതെ
തനിക്ക് വിരോധമായി നിന്ന് താമേ തന്റെ മകൻ ശത്രു ആണ്, തന്റെ ശത്രുവായി മാറി താൻ പോലും അറിയാതെ ആമേ സ്തോത്ര പ്രതിസന്ധിയെ മാറ്റി അനുകൂലമാക്കിയ ദൈവം, യോബിനെ ശക്തിയോടെ അനുഗ്രഹിച്ച ദൈവം, അവന്റെ കഷ്ടത മാറ്റി ആമെ ഒഴുകിപ്പോയ വെള്ളം പോലെ ഓർക്കത്തക്ക രീതിയിൽ ആമെ മറക്കത്തക്ക രീതിയിൽ അവനെ അനുഗ്രഹിച്ചു. ആമെ അവന്റെ ഇരുട്ട് പ്രഭാതം പോലെയായി, അവന്റെ ആയുസ് മധ്യാഹ്നത്തേക്കാൾ പ്രകാശമുള്ളതായി മാറി. അന്ന് തുടങ്ങി അവന്റെ മമത അന്വേഷിച്ച് അവൻ അനുഗ്രഹിച്ച് യഹോവയായ ദൈവം ഈ പകൽക്കാലം ഈ ശബ്ദം കേൾക്ക് നിന്നോട് പറയുന്നു, സമയങ്ങൾ വേസ്റ്റാക്കി കളയാതെ ദൈവസന്നിധിയിൽ നീ കടന്നു വന്ന് കരങ്ങളെ മലർത്തി കണ്ണുനീരോടെ ഹൃദയം കൊണ്ട് ആത്മാവിൽ ദൈവത്തെ കാത്ത് രാത്രിയുടെ യാമത്തിലൊക്കെ ഇരിക്കുന്നെങ്കിൽ നിന്നിലൂടെ ചരിത്രങ്ങൾ മാറി മറിയും. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നമ്മുടെ ദൈവം ജീവനുള്ള ദൈവമാണ്. അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭുവാണ്. അവൻ സർവശക്തനാണ്. അവന്റെ പക്കൽ ധനം, മാനം, പുരാതന സമ്പത്തും നീതിയും ധാരാളമുണ്ട്. അവന്റെ മുമ്പിൽ വന്ന് കൈകൾ മലർത്തി ദൈവസന്നിധിയിൽ ഇരുന്നാൽ ആളുമാറിയ വ്യക്തിയെ പോലെ ആക്കി മാറ്റും. ആമേ. ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന പ്രിയ മക്കളെ, നിങ്ങളുടെ ജീവിതം ഇന്നലെ വരെ ഒരുപക്ഷെ തകർന്ന് ഉടഞ്ഞ് നശിച്ച വേദനയിലൂടെ കടന്നു പോകുന്ന ജീവിതമായിരിക്കാം. എന്നാൽ നീ ശ്രദ്ധിക്കുക, സ്വർഗത്തിലൊരു ദൈവമുണ്ട്, സ്വർഗത്തിലൊരു പിതാവുണ്ട്. അവൻ സർവശക്തനാണ്, സർവവ്യാപിയാണ്, സർവജ്ഞാനിയാണ്. ഒന്നുമില്ല എന്ന് സകലത്തെയും വിളിച്ചു വരുത്തിയ മഹാദൈവം. ആമേ. അവൻ മഹാരാജാവാണ്, മഹാചക്രവർത്തിയാണ്. തന്റെ മുമ്പിൽ വന്ന് കരങ്ങളെ മലർത്തി കണ്ണുനീരോടെ ദൈവത്തെ യാചിക്കുന്നവരുടെ മേൽ പകരുന്ന ദൈവകൃപ അനുഗ്രഹം നിന്റെ മേൽ വ്യാപരിക്കുവാൻ ഈ പകൽക്കാലം ഞാൻ നിനക്കായി ഒരു വാക്ക് പ്രാർത്ഥിക്കാൻ പോകുന്നു. ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കണ്ണുകളടയ്ക്കാൻ ഞാൻ നിനക്കായി പ്രാർത്ഥിക്കാൻ പോകുന്നു. ഒരു തീരുമാനമെടുക്കണമേ. ദൈവസന്നിധി ഞാൻ കരങ്ങളെ മലർത്തും, ദൈവാലയത്തിൽ പോയി കരങ്ങളെ മലർത്തും, ഒറ്റയ്ക്ക് ദൈവസന്നിധി കരങ്ങളെ മലർത്തും. എനിക്ക് ദൈവത്തിലുള്ള എല്ലാ അനുഗ്രഹങ്ങളും പ്രാപിച്ചെടുക്കണം. എനിക്ക് പരിശുദ്ധാത്മാവ് വേണം, ദൈവത്തിന്റെ കൃപകൾ വേണം, ആത്മാക്കൾ നേടിയെടുക്കണം. ദീർഘായുസോടെ ദൈവത്തിന്റെ പ്രവർത്തികളെ വർണ്ണിക്കണം, നശിച്ചു പോകുന്ന ആത്മാക്കൾ നേടിയെടുക്കണം. ആമേ. ഇന്ന് പകൽക്കാലം നീ തീരുമാനമെട്. ആമേ. മദ്യം, മയക്കുമരുന്ന്, വെറിക്കൂത്തിലകപ്പെട്ട് നൂറുകണക്കിന് യുവാവ് ആമേ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ അവരെ നേടിയെടുത്ത് ക്രിസ്തുവിൽ ആദായപ്പെടുത്തുവാൻ ഇന്ന് പകൽക്കാലം അവന്റെ മുഖത്ത് നോക്കി അവങ്കിലേക്ക് കൈമലർത്തുക. നിന്റെ സ്ഥിതി മാറ്റും. ഇന്നത്തെ വേദനകളെല്ലാം മാറിപ്പോകും. ആൾ മാറിയവനെ പോലെയാകും. നീ എല്ലാവർക്കും ഒരു അനുഗ്രഹമായി മാറും. പ്രാർത്ഥിക്കാൻ നല്ല ദൈവമേ, ഈ ശബ്ദം കേട്ടുകൊണ്ടിരുന്ന ഓരോ മക്കളെയും ദൈവകരത്തിൽ ഏൽപ്പിക്കുന്നു. എവിടെയായിരുന്നാലും അവർ കടന്നു പോകുന്ന പാത ഒരുപക്ഷെ ഇരുൾ നിറഞ്ഞതായിരിക്കാം, തകർന്നതായിരിക്കാം, ആർക്കും പരിഹരിക്കാൻ പറ്റാത്തതായിരിക്കാം. ഇന്ന് പകൽക്ക് ഈ സമയം ഇവിടെ ഇരുന്നടിയെ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ അവരുടെ മേൽ ദൈവശക്തി വ്യാപരിക്കണമേ. ദൈവ സാന്നിധ്യം ഇറങ്ങി വരണമേ. രോഗക്കെട്ടുകൾ, ബന്ധനങ്ങൾ, എല്ലാ പോരുകളും യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ദൈവ കൃപയാൽ അവരെ നിറയ്ക്കണമേ. ഈ ആയുസ്സിൽ ദൈവത്തിന് വേണ്ടി ചരിത്രം ആമി സൃഷ്ടിക്കുന്ന മക്കളാക്കി തീർക്കണം. അതിനുവേണ്ടി സമയങ്ങൾ വേർതിരിച്ച് മുഴങ്കാലം അടക്കി കരങ്ങളെ മലർത്തി ദൈവകൃപ പ്രാപിക്കുവാൻ സഹായിക്കണമേ. ഇത്രത്തോളം വചനത്തിലൂടെ ബലപ്പെടുത്തിയത് കൊണ്ട് നന്ദി. ശബ്ദം കേട്ട് എല്ലാവരും അനുഗ്രഹിക്കണം, മുഴുമഹത്വം എടുക്കണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ പിതാവേ. ആമേൻ, ആമേൻ. പ്രിയ സഹോദരങ്ങളെ, സമയങ്ങൾ വേർതിരിച്ച് ദൈവസന്നിധിയിൽ കരങ്ങളെ മലർത്തുക. ദൈവം നിങ്ങളിലൂടെ വൻ കാര്യങ്ങൾ ചെയ്യും. വചനത്തിലൂടെ ദൈവം നമ്മെ ഒരുപാട് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.